1999 ജനുവരി 21 രാത്രിയാണ് ലോകത്തെ ഞെട്ടിച്ച സംഭവം നടന്നത്. ഒഡീഷയിലെ ആദിവാസികളടക്കം പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളായ 10ഉം 6ഉം വയസ്സുള്ള ഫിലിപ്പിനെയും തിമോത്തിയെയും വാഹനം ആക്രമിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ ചുട്ടുകൊല്ലുകയായിരുന്നു. ബജ്രംഗ് ദൾ നേതാക്കളായ ദാരാസിംഗും മഹേന്ദ്ര ഹെബ്രാമും അടക്കം 52 പേർ അറസ്റ്റിലായി. കേസ് സിബിഐ ഏറ്റെടുത്തെങ്കിലും ഒറ്റയ്ക്കും കൂട്ടായുമൊക്കെ പ്രതിപട്ടികയിൽ നിന്ന് ആളുകൾ ഒഴിവാകുന്നതാണ് കണ്ടത്. ബിജെപി അധികാരത്തിലേറിയതിനു പിന്നാലെ പ്രധാന പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങി. അങ്ങനെയാണ് നല്ല നടപ്പിന്റെ പേരിലെ ജയിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹെബ്രാം പുറത്തിറങ്ങിയത്. മാലയിട്ടാണ് ഹെബ്രാമിനെ ജയിലധികൃതർ വിട്ടയച്ചത്. പുറത്തിറങ്ങിയ ഹെബ്രാമിനെ ബജ്രംഗ് ദൾ അടക്കം പാർട്ടികൾ സ്വീകരിച്ചു. മുഖ്യപ്രതിയായ ദാരാസിംഗിനെ വിട്ടയക്കാൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി MLA ആയിരുന്ന കാലം മുതലേ ശ്രമം തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ദാരാസിംഗിന്റെ മോചനവും വൈകിയേക്കില്ല. പ്രതികളെ മോചിപ്പിച്ച BJP സർക്കാരിന്റെ നടപടിയിൽ ക്രൈസ്തവ സഭകൾക്ക് കടുത്ത അമർഷമുണ്ട്. ഒരു വശത്ത് സഭകളോടെടുക്കാൻ ശ്രമിക്കുകയും മറുവശത്ത് എതിരായി നീങ്ങുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് പല വേദികളിലും ചോദ്യം ചെയ്യപ്പെടുകയാണ്.